ഹലോ ഗൈസ്, കുറച്ച് ദിവസം പനിയും ചുമയൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ മുന്നിൽ പുതിയ വീഡിയോസൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. 2 ദിവസമായിട്ട് സൗണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സൗണ്ട് ഒന്ന് റെഡിയായി വരുന്നത്. നിങ്ങളെല്ലാവരും ചിക്കൻ പറുദീസ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? പക്ഷേ കാട പറുദീസ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് കാടയും കൊണ്ടൊരു അടിപൊളി ഐറ്റാണ് കാട പറുദീസ. ഇത് ഞാട്ട പേരനെ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പേര് വിളിക്കാം. നമ്മളിവിടെ 2 തരത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ വെല്ലുള്ളി, തക്കാളി ഒക്കെ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പിലുള്ളവരാണെങ്കിൽ അതും എടുത്തോളിട്ടോ. ഒരു പാത്രം എടുത്തിട്ടാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, തൈര്, വെളിച്ചെണ്ണ, ഗരം മസാല എന്നിവ ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച്, അതായത് വെട്ടിക്കൂട്ടിയ സാധനങ്ങളില്ലേ, അതൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കുക. ഈ ഇളക്കലുണ്ടല്ലോ, ഈ ഇളക്കലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കണത്. എത്രത്തോളം അടിപൊളിയായിട്ട് ഇളക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് ഇളക്കി മറിച്ചെടുത്തോളി. പിന്നെ നമ്മളെ ചാനൽ ഇതേപോലെ വെറൈറ്റി വീഡിയോസ് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. എല്ലാ വീഡിയോയ്ക്കും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് നമ്മളെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാടേനും കൂടെ അതിലിട്ടിട്ടാണ് നിറച്ചതിന് ശേഷം ഇതേപോലെ കണ്ടോ, കാടേൻ്റെ ഉള്ളിലേക്ക് നമ്മളെ മസാലയൊക്കെ അങ്ങനെ നിറച്ചു കൊടുക്കുക. നമ്മളിവിടെ 6 കാട എടുത്തിട്ടുള്ളൂ. 6 കാടേൻ്റെ ഉള്ളിൽ മസാല ഫുള്ള് നിറച്ച് ഫില്ലാക്കി വെക്കണം. പിന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഈ സാധനം ഉണ്ടല്ലോ അടുപ്പത്തന്നെ വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ അടച്ച് വെച്ചാൽ വേവിച്ച് കഴിഞ്ഞാലേ നമ്മളെ കാട പറുദീസ അവിടെ റെഡി ആയിട്ടോ. പിന്നെ ഗ്യാസിൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് കൂടി നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. ആ കാടേൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ലോണം പിടിച്ച് സെറ്റായി വരണം. പിന്നെ ആ തവി എടുത്തിട്ട് ഇതിൻ്റെ മസാല കാടേൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. തീ എപ്പോഴും നല്ല ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് അടി പിടിക്കിട്ടോ. പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ റെസിപ്പിയാണ്, കരിഞ്ഞ് കൊളായി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ വരരുത്. നമ്മളിതിൽ പിന്നെ എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം ചേർത്ത ഓയിലുണ്ടല്ലോ അത് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇക്കാണുന്ന ഓയിലുണ്ടല്ലോ അത് മറ്റേ കാടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ നെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്തൊക്കെ ഐറ്റാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറയണ്ടില്ലേ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അടിപൊളിയല്ല എന്നുണ്ടെങ്കിൽ പറയും. ഞാൻ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാത്രം അടിപൊളിയെന്ന് പറയും. കൊളാണെങ്കിൽ അത് നമ്മൾ തുറന്ന് പറയും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇജി ടോ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെന്ന്. അത് പിന്നെ നമ്മളെ സിഗ്നേച്ചർ ഐറ്റാണെന്ന് വെച്ചാൽ കൂട്ടിക്കോളിങ്ങളെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് വേണ്ടേ. അപ്പോൾ ഈ വോയിസ് സംസാരിച്ചിൻ്റെ വോയിസില്ലേ പോയി തുടങ്ങുന്നു. അപ്പോൾ ഇതേപോലത്തെ നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടേ എന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്യാം.